കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടുപോയൊരു പോസ്റ്റാണ് രേണുക സുധി കല്യാണം കഴിച്ച ഒരു പിക്ചറൊക്കെ. ആ ഒരു പോസ്റ്റ് വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള കമൻസും കാര്യങ്ങളും അതുപോലെ തന്നെ ഷെയറും ഭയങ്കരമായിട്ടുള്ള വ്യൂസൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. കാരണം സുധി മരിച്ചിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു 1.5 വർഷത്തോടെ ആയിട്ടുള്ളൂ. അതിനോട് തന്നെ വേറെ കല്യാണം കഴിച്ചോ, കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ രേണുക എന്തിനാണ് പിന്നെയും കല്യാണം കഴിച്ചത്, എന്താണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേയധികം കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റിൻ്റെ താഴെ ഞങ്ങൾ ഒന്നിച്ചു, അതായത് 2 പ്രണയമിഥുനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആ ഒരു ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അടുത്തൊരു ഇൻ്റർവ്യൂ വരും, അതിനകത്ത് കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. പിന്നാണ് എല്ലാവർക്കും മനസ്സിലായത് ഇതൊരു ഫേക്കായിട്ടുള്ളൊരു കാര്യമാണ്, ഇവർ കല്യാണം കഴിച്ചതൊന്നുമല്ല, ഇതൊരു ഫോട്ടോഷൂട്ട് മാത്രമാണെന്ന്. ഇതറിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഒരു നെഗറ്റീവ് ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറ്റിക്കേണ്ട കാര്യങ്ങളോ എന്താണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭയങ്കരമായിട്ട് രേണുവയ്ക്കെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോഴും ആൾക്കാർ ഈ ഒരു രേണുവയ്ക്ക് ഭയങ്കരമായിട്ട് രേണുവയ്ക്കെതിരെ ഭയങ്കരമായിട്ട് രീതിയിലാണ് സംസാരിക്കുന്നത് നെഗറ്റീവായിട്ട്. ബട്ട് അത് അവരെ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനത്തെയൊക്കെ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ഇടുമ്പോഴത്തേന് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ എല്ലാവരും വിശ്വസിക്കാൻ കയറി അവരുടെ ദേഷ്യം ചിലപ്പോൾ അവർ ആ ഒരു കാര്യത്തിൽ റിയാക്ട് ചെയ്യുന്ന രീതി ഡിഫറൻ്റ് ആയിരിക്കും. ഇതുപോലെ തന്നെ രേണുക ഒരു റൊമാൻറ്റിക് ആൽബം ചെയ്തിരുന്നു, അതും ഭയങ്കരമായിട്ട് ചർച്ചയ്ക്ക് ഇടയായിട്ടുണ്ടായിരുന്നു. അതിലും കുറേ നെഗറ്റീവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ എന്നിരുന്നാൽ പോലും ഇതുവരെ രേണുകയോ ഒന്നും തന്നെ അതിന് മറുപടിയോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല.